ആ കുട്ടിക്ക് ഉണ്ടായിക്കോട്ടെ. ഞങ്ങൾ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ അവിടെ തിരക്കത്തെ തെങ്ങേറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ 3 മണിക്ക് ശേഷം പനമ്പാട് തന്നെ പൂട്ടാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ എപ്പിസോഡായിട്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. പനമ്പാട് രാജേട്ടനാണ് പൂട്ടാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് പോകുന്ന കാഴ്ചയും കാര്യങ്ങളും പനമ്പാട് എവിടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ അനിയൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ പനമ്പാട്ടിക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത് എടുക്കലിലാണ്. വണ്ടി എടുത്തിട്ട് പനമ്പാടാണ് പൂട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ പണ്ടായിൽ രാജേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോണ പോക്കിൽ വെള്ളഞ്ചിറ വഴി കൂടെ പോയി പനമ്പാട്ടിലേക്ക് എത്തണം. പനമ്പാട് വളവിൽ നിന്നാണ് കൂട്ടത്തിൽ ഇറങ്ങിയിട്ടാണ് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്. അവിടുന്ന് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങളുടെ കുട്ടിക്കാരൻ്റെ പറമ്പുണ്ട്, അവിടെയും കുറച്ച് പൂട്ടി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6:30 വരെയുള്ള പണിയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ 3 മണിക്ക് ശേഷമുള്ള കാണിക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങ് ഏറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഡോക്ടർക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അതിന് പോകാനൊക്കെ നാളെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണമൊക്കെ നമ്മൾ പനമ്പാട്ടിക്ക് പോകുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ വെള്ളഞ്ചറും കാര്യങ്ങളൊക്കെ വെള്ളഞ്ചരക്കൽ അവിടെ പൊളിച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പനമ്പാട് വളവിലേക്ക് എത്തിക്കട്ടെ. അപ്പോൾ നമ്മളെ ചങ്കിരം കണ്ടപ്പോൾ നിർത്തിക്കാണ്. ഇത് നമ്മളെ അച്ചുമണിയാണ്. ചാറ്റ് കൊടുത്തോ പനമ്പാട് വളവിൽ. നമുക്ക് ഞാൻ വളവിൽ നിന്നാണ് താഴ്ത്തിക്കാണ് ഇറങ്ങാനുള്ള കേട്ടാ. പനമ്പാട് വളവുണ്ട് ഇറങ്ങിക്കണ ഈ ഗ്യാപ്പിൽ കൂടി തോന്നുന്നുണ്ട് വഴി. ഈ പറമ്പിക്കോ ഈ വഴി കൂടെ ഇനി പോകാനുള്ള കേട്ടോ മൂപ്പരെ വീട്ടിലേക്ക്. നമ്മൾ രാജേട്ടന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ഇവിടെ എവിടെയാണ് വീട് കറക്റ്റായിട്ട് അറിയില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് നമ്മളിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ വിളിക്കണ ഫോണ് പരിധിക്ക് പുറത്താന്നാണ് കേട്ടോ പറയണത്. രാജേട്ടൻ തന്നെ തോന്നുന്നുണ്ട് നിൽക്കണത്. ഞാനേ വീട് ഏതാണ് അറിയാണ്ട് വിളിച്ചു നോക്കിയായിരുന്നു. ഇതാണ് രാജേട്ടൻ്റെ വീട് കേട്ടോ. ഈ കാണുന്ന സ്ഥലമാണ് പൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് റഷീദൊക്കെ വിളിച്ചിട്ട് പടം അവിടെ കുറച്ച് പൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പണികളും കഴിഞ്ഞിട്ടാണ്. അപ്പം ഇനി റഷീദൊക്കെ വിളിച്ചിട്ടുണ്ട്. റഷീദൊക്കെ അവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് JCB ആയിട്ട് പൂട്ടിയിട്ടുണ്ട് അത്ര. അപ്പോൾ ട്രാക്ടറായിട്ട് പോയിട്ട് ഒരു വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രാജേട്ടൻ്റെ വീട്ടിലത്തെ പണി കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ. ഓക്കെ. അപ്പോൾ ഇത് പനമ്പാടാണ് കേട്ടോ. പനമ്പാട് വളവിൽ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക്. അപ്പം ഞാൻ അടുത്ത സ്ഥലം വാടമുക്കിൽ. അപ്പോൾ ഇപ്പോൾ ടൈം ഇപ്പോൾ 6 മണി ആയിക്കണ്. അപ്പോൾ എന്നാലും നാളെ രാവിലെ പണിക്കാരുണ്ട് അത്ര. അപ്പോൾ അത് കാരണം അവർക്കൊന്നും കൂടി വലിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ തിരക്ക തെങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഈ പരിപാടിക്ക് വന്നില്ലേ. ഇതാണ് നമ്മളെ പനമ്പാട് രാജേട്ടൻ്റെ വീട്. നമ്മളിപ്പോൾ തെങ്ങേറാൻ വേണ്ടി വന്ന വീടാട്ടത്. അല്ല തെങ്ങേറാനല്ല ട്രാക്ടറായിട്ട്. ബാക്കി നോക്കട്ടെ. അപ്പോൾ നമ്മൾ പന്തായിലെ രാജേട്ടൻ്റെ അവിടുത്തെ കഴിഞ്ഞതിന് ശേഷം ആക്കുട്ടിക്കാരൻ്റെ പറമ്പിട്ട് ഇവിടെ അവിടെ റഷീദൊക്കെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് വന്നേക്കാട്ടോ. അവിടെ JCB ആയിട്ട് എന്തൊക്കെ കാട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് വലിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ആ സ്ഥലമാണ് കാണുന്നത്. JCB ആയിട്ട് ഇളക്കിയിട്ടുള്ളതാണ് കേട്ടോ. അത് ഇനി ട്രാക്ടറായിട്ട് വലിക്കണം. അപ്പോൾ നമ്മൾ റഷീദ് ഖാനെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കാം കേട്ടോ. നമ്മൾ പനമ്പാട് നിന്ന് വരുന്ന വരവാണ് രാജേട്ടൻ്റെ അവിടുന്ന്. ടൈം 6 മണി. 6 മണിക്ക് 5 മിനിറ്റ് കേട്ടോ. കാണണ്ടേ നമുക്ക് ഇന്നത്തെ ചാനലിലിടാൻ വേണ്ടിയിട്ട്. അതെ
ഒരു ഒറ്റച്ചാലല്ലേ? ഒറ്റച്ചാലേ അപ്പൊ കമ്പൊക്കെ ഒന്ന് എടുത്തിട്ട് സഹായിക്കണ്ടേ? കമ്പ് ഇടാൻ തോന്നുന്നു. അത് നമുക്ക് അവിടെ നിന്ന് നിർത്തിയിട്ട് ഇപ്പുറത്ത് നിർത്തി കാരണം വേര് മുറിക്കണം. ആയിക്കോട്ടെ, ഇതിൽ കൂടെ പോകണമെങ്കിൽ പോയിക്കോട്ടെ. ആയിക്കോട്ടെ പോകുന്നില്ല. നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ട് ആൾക്കാരൊക്കെ കണ്ടല്ലേ? ഞാനും വേണം. പിന്നെ മുതലേ ഉണ്ടേ. കാണിച്ചിട്ടാണ്. അപ്പൊ പൂട്ടി കൊണ്ട് ചൊടിയാക്കി ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ വരും പച്ചക്കറി കൃഷികൾ. ഇവിടെ വടമുക്കിയുള്ള ആൾക്കാർക്ക് വടമുക്കിന്ന് തന്നെ മേടിക്കാം. ഇഞ്ചി, മഞ്ഞള്, കൂർക്ക എല്ലാം മേടിക്കല്ലേ. അപ്പൊ വളം ഇടാത്ത സാധനം കിട്ടണമെങ്കിൽ വടമുക്കിക്ക് പോരിട്ടാ. വടമുക്കിലെ കൂട്ടായ്മയാണ് പോയി ചെയ്യാൻ വേണ്ടി പോണത്. 4-5 ആൾക്കാർ കൂടി ചെയ്യണ കൃഷിയിടാണ് ഈ കണ്ടിട്ടാ. ആ കുട്ടിക്ക് ഉണ്ടായിക്കോട്ടെ അല്ലേ? പൂട്ടിയെ കാണാൻ വേണ്ടി വന്നിട്ടാണ് ആ കുട്ടിക്ക. അപ്പൊ ഞങ്ങള് പൂട്ടിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ നമ്മളെ അനിയന്റെ വീട്ടിൽ വണ്ടി കൊടുത്തിട്ട് നിർത്തിക്കണേട്ടാ. മുത്തശ്ശി ഇവിടെ നിന്നിട്ട് എന്തൊക്കെ ചോദിക്കണ്ടേ? എന്തെങ്കിലും ചോദിക്കണേ? ആ മുത്തശ്ശിയെ പാത്തു തീർന്നോ കേട്ടോ. വല്ലാതെ നടക്കണം, വീട്ടിൽ തീർന്നോ. അച്ഛൻ്റെ ഒക്കെ ഈത്തോക്ക. അപ്പൊ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് നടക്കണ്ട. ഇപ്പൊ വടമുക്ക് സ്കൂളിന്റെ അവിടേക്ക് എത്തി. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാളെ പായസ ചലഞ്ചാണ് കേട്ടോ ഇവിടെ പിള്ളേരുടെ. ഇപ്പൊ പാലിറക്കിയിരിക്കണം അവര് പിള്ളേര്. അപ്പൊ അവിടുന്ന് നടന്നു വരുമ്പോഴാണ് കേട്ടോ പിള്ളേര് സ്കൂൾ പറമ്പിൽ പാലിറക്കി വെച്ചേക്കണ്ടേ. അപ്പോൾ അവരുടെ അടുത്ത് 2 മിനിറ്റ് നിന്നിട്ട് അങ്ങനെ വരികയാണ്. ഇപ്പോൾ റഷീദ്ഖാൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്തിക്കണേ. ഇനി നമ്മൾ നേരെ താഴത്തേക്ക്. അപ്പോൾ ചക്കല വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ രാവിലത്തെ വീഡിയോ വേറെ ഇതിൽ ആദ്യം ഇട്ടിട്ടുണ്ട്. അവിടെ തിരക്ക് തെങ്ങേറാനും കാര്യങ്ങളൊക്കെ പോയത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ സ്കൂൾ പറമ്പിൻ്റെ അനിയൻ്റെ വീടിൻ്റെ അവിടെ ഞാനൊക്കെ കറങ്ങി അടിച്ചിട്ട് ഇതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഓക്കെ, ബൈ. ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീണ്ടും അടുത്ത വിശേഷവുമായി നാളെ വരും ബംഗാളി നിങ്ങൾക്ക് മുമ്പിൽ.